ഹലോ. ഇന്ന് നമ്മൾ തോട്ടത്തിലെ കവുങ്ങിന് കോഴിവളം ഇടാൻ വന്നതാണ്. അപ്പോൾ തോട്ടത്തിൽ നിറയെ പുല്ലായിരുന്നു. ആ പുല്ലെല്ലാം വെട്ടി പശുവിന് തീറ്റയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കവുങ്ങിന് വളം ഇട്ടുകൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു കോഴി ഫാമിൽ നിന്ന് വാങ്ങിയതാണ് ഈ കോഴിവളം. അപ്പോൾ കോഴിവളം ഇടാൻ ഏറ്റവും പറ്റിയ സമയം നല്ല മഴ തുടങ്ങുന്നതിന് മുമ്പാണ്. കോഴിവളം പൊതുവെ നല്ല ചൂടുള്ള ഒരു വളം ആണ്. അപ്പോൾ അത് കവുങ്ങിന് അതിൻ്റെ ചൂടൊരു പ്രശ്നമാവാതിരിക്കാൻ മഴക്ക് മുമ്പ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയാണ്, കാലവർഷം തുടങ്ങി. അപ്പം മഴ കനക്കുന്നതിന് മുമ്പ് കവുങ്ങിനെല്ലാം വളം ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണ്. തോട്ടത്തിൻ്റെ സൈഡ് വരെയാണ് നമുക്ക് റോഡുള്ളത്. അപ്പോൾ തോട്ടത്തിനുള്ളിലേക്ക് നമുക്ക് വളം എടുത്തുകൊണ്ട് പോകേണ്ട ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ഈ തോട് കടന്ന് പാലം വഴിയെല്ലാം എടുത്തിട്ട് കൊണ്ടുപോകുന്നതാണ്. എപ്പോഴും വളവും ആയാലും തോട്ടത്തിൽ നിന്ന് അടക്ക, തെങ്ങിന്ന് തേങ്ങ എല്ലാം പറിച്ചാലും ഇതേപോലെ ചുമന്ന് കൊണ്ടുപോകണം റോഡ് സൈഡിലേക്ക്. തോട്ടത്തിൻ്റെ സൈഡിൽ റോഡുണ്ട്, ഉള്ളിലേക്ക് റോഡില്ലാത്തതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ഇൻ്റഗ്രേറ്റഡ് രീതിയിൽ കൊണ്ടുപോകുന്നത് തന്നെ പശുവും ഒക്കെ ഉള്ളതുകൊണ്ട് തോട്ടത്തിലെ കളയായിട്ട് വരുന്നുള്ള പുല്ലുകൾ മൊത്തം നമുക്ക് വെട്ടി പശുവിന് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ തീറ്റ കൊടുക്കുന്നതോടെ പശുവിന് വയറ് നിറഞ്ഞു നമ്മളെ തോട്ടം വൃത്തിയായിട്ട് വെക്കാനും പറ്റും. ഇപ്പോൾ വളമിടുന്നതിന് മുമ്പൊക്കെ തോട്ടത്തിലെ കളകൾ മൊത്തം വെട്ടി നമ്മൾ പശുവിന് തീറ്റയായിട്ട് കൊടുക്കും. അതേപോലെ തന്നെ പശുവിൻ്റെ ചാണകം നമ്മളെ ചാണകം ഉണക്കുന്ന ഷെഡുണ്ട്, ആ ഷെഡിൽ ഇട്ട് ഉണക്കി പൊടിച്ച് തോട്ടത്തിന് ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ചാണകപ്പൊടി ഇട്ടതുകൊണ്ട് ഇപ്രാവശ്യം കോഴിവളം ഇടാനാണ് വിചാരിക്കുന്നത്. അത് വളങ്ങൾ ഇങ്ങനെ മാറ്റിയിടുമ്പോൾ കവുങ്ങിന് കിട്ടേണ്ട മൂലകങ്ങൾ, അതായത് ഇപ്പോൾ ചാണകപ്പൊടിയിലുള്ള മൂലകങ്ങളല്ല കോഴിവളത്തിലുള്ളത്. അപ്പോൾ അതിങ്ങനെ വളങ്ങൾ മാറ്റിയിടുമ്പോൾ ആ മൂലകങ്ങളെല്ലാം കൃത്യമായിട്ട് കവുങ്ങിന് കിട്ടും. ജൈവവളം ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യമായിട്ടാണ് ജൈവവളം ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ ജീവാമൃതം ചെയ്തൊഴിക്കാറുണ്ട്. അത് 200 ലിറ്ററിൻ്റെ ഡ്രമ്മിൽ ചാണകം, പച്ച ചാണകം ഒരു 20 കിലോ, 2 കിലോ കറുത്ത വെല്ലം, ശർക്കര, ഒരു പിടി മണ്ണ്, ഏതെങ്കിലും ഒരു ധാന്യം പൊടിച്ചത് ഒരു 2 കിലോ, ഗോമൂത്രം ഒരു 5 ലിറ്റർ എന്നിവ ഒരു 200 ലിറ്റർ ഡ്രമ്മിലേക്ക് മിക്സ് ചെയ്ത് ഒരു 5 ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷം കവുങ്ങിന് ഒരു 2 ലിറ്റർ പോലെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ 3 ഏക്കറാണ് തോട്ടമുള്ളത്. ആ തോട്ടത്തിലെ എല്ലാ കവുങ്ങിനും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജീവാമൃതം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഒരറ്റത്തുനിന്ന് ഒഴിച്ചു തുടങ്ങിയാൽ മറ്റേ അറ്റം വരെ എത്തും. അപ്പോഴേക്കൊരു 2-3 മാസ കാലയളവിൽ നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പോൾ കൊല്ലത്തിൽ ഒരു വർഷം ഒരു പ്രാവശ്യം നമ്മൾ ജീവാമൃതം ഒഴിച്ചു കൊടുക്കും. ജൈവവളം ഇടുന്നതിന് മുമ്പ് നമ്മൾ തോട്ടത്തിലെ പാളയും ഇലയെല്ലാം വെട്ടി കവുങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് വളമായിട്ട് മാറും. നമ്മൾ രാസവളം ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ്. മഴ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ രാസവളം ചെയ്യുന്നുള്ളത്. അപ്പോൾ നേരെ തിരിച്ചാണ്. വളം ഇട്ട ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ പൊതയിട്ട് കൊടുക്കുന്നതാണ്. വർഷത്തിൽ നമ്മൾ 2 പ്രാവശ്യമാണ് പ്രധാന വളങ്ങൾ ചെയ്യുന്നുള്ളത്. മഴയ്ക്ക് മുമ്പ് ജൈവവളവും മഴയ്ക്ക് ശേഷം രാസവളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഴയ്ക്ക് മുമ്പ് ജൈവവളം കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ മഴ വരുന്ന സമയത്ത് ജൈവവളം പെട്ടെന്ന് പൊടിഞ്ഞ് മണ്ണിൽ ലയിച്ച് കവുങ്ങിനും ആയാലും ഏത് ചെടിക്കായാലും പെട്ടെന്ന് തന്നെ കിട്ടും. രാസവളം കൊടുക്കുന്നതിന് മുമ്പ് മഴ മാറുന്ന ടൈമിൽ കാടൊക്കെ വെട്ടിത്തെളിച്ച് കവുങ്ങിൻ്റെ തടം തുറന്ന് കുമ്മായം ഇട്ട് ഒരു 2 ആഴ്ച വെക്കും. അതിന് ശേഷമാണ് നമ്മൾ രാസവളം ചെയ്യുന്നുള്ളത്. രാസവളം ഇടുമ്പോൾ നമ്മൾ പൊട്ടാഷ് കൂടുതലുള്ള വളങ്ങൾ ഇടാൻ ശ്രദ്ധിക്കണം. 16-16 അല്ലെങ്കിൽ 10-4-14 ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുള്ളത്. രാസവളം ഇട്ട് അതിന് മുകളിലേക്കാണ് നമ്മൾ പൊതയിട്ട് കൊടുക്കുന്നുള്ളത്. അതിന് ശേഷം നമ്മൾ ജീവാമൃതമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കവുങ്ങിന് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജീവാമൃതം കിട്ടും. അപ്പോൾ അത്രയാണ് വളങ്ങളായിട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ വേനൽക്കാലത്ത് വെണ്ണീരുണ്ടാക്കി തോട്ടത്തിലെ വേസ്റ്റൊക്കെ വെട്ടി ചകിരിയും എല്ലാം ഇട്ട് കൂട്ടിയിട്ട് മണ്ണിട്ട് വെണ്ണീരാക്കി ഇടും. അത് പൊട്ടാഷ് കൂടുതലുള്ള വളമാണ്. തോട്ടത്തിലെ പണിയെല്ലാം കഴിഞ്ഞ് സൈഡിലെ ഈ തോട്ടിൽ ഇറങ്ങി കയ്യും കാലും ഒക്കെ കഴുകുമ്പോൾ തന്നെ ഉള്ളൊരു വൈബ് നമ്മളെ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴും തോട്ടത്തിലേക്ക് വന്ന് പണിയെടുത്ത് അതിന് ശേഷം നമ്മൾ കയ്യും കാലും നമ്മളെ പണിയായതെല്ലാം വൃത്തിയാക്കിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നുള്ളത്. അപ്പോൾ ഇനി മുതൽ തോട്ടത്തിൽ ഞാൻ ചെയ്യുന്ന കൃഷിയും വളപ്രയോഗവും എല്ലാം ഞാൻ യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.